2024 ജൂലൈ 11 അന്ന് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു. വിഴിഞ്ഞം പോർട്ടിൽ ആദ്യത്തെ കപ്പലെത്തി. MV സാൻ ഫെർണാണ്ടോ. ചൈനയിലെ സിയാമൻ എന്ന പോർട്ടിൽ നിന്ന് 2000-ഓളം കണ്ടെയ്നറുകളുമായിട്ട് വിഴിഞ്ഞം പോർട്ടിലെത്തുന്ന ആദ്യത്തെ കപ്പൽ. ഈ കപ്പലിൽ കൂടുതലും ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ ആയിരുന്നു. അതായത് വിഴിഞ്ഞത്തിറക്കാൻ 400-ഓളം കണ്ടെയ്നറുകളും അതിനുശേഷം ഈ കപ്പൽ പോയത് കൊളംബോയിലേക്കാണ്. അതിനുശേഷമുള്ള 17 മാസങ്ങൾ നിരവധി കപ്പലുകൾ അതിനുശേഷം വന്നു. എല്ലാ കാർഗോയും വിഴിഞ്ഞത്തിറക്കാനുള്ളതായിരുന്നില്ല, മറ്റു പല പോർട്ടുകളിലേക്കുമുള്ള കാർഗോസ് ആയിരുന്നു. അപ്പോൾ ഒരു ഷിപ്പ് വരുമ്പോൾ കസ്റ്റംസിൽ കൊടുക്കേണ്ട ഡിക്ലറേഷൻ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പദം അതുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രോബ്, FROB, ഫ്രോബ്. കേൾക്കുമ്പോൾ ഒരു തമാശ രൂപേണയെങ്കിലും ഫ്രോഗ് എന്ന പദവുമായിട്ട് ബന്ധമല്ല, ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഫ്രോബ് എന്താണ്? ഫോറിൻ കാർഗോ റിമൈനിങ് ഓൺ ബോർഡ്, അതാണ് ഫ്രോബ്. നമ്മുടെ നാട്ടിലെ പോർട്ടുകളിൽ പലരും പറയുന്ന വേറൊരു പദവുമുണ്ട്, ഫ്രൈറ്റ് റിമൈനിങ് ഓൺ ബോർഡ്, ഫ്രോബ്. എന്താണിത്? ഇന്ത്യയിലെ പോർട്ടിൽ വന്ന് കാർഗോ ഇറക്കിയതിന് ശേഷം മറ്റുള്ള പോർട്ടുകളിലേക്ക് കാർഗോവുമായിട്ട് പോകുമ്പോൾ ആ കപ്പലിലുള്ള കാർഗോയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇന്ത്യൻ കസ്റ്റംസിന് കൈമാറണം, ഡിക്ലറേഷൻ കൊടുക്കണം. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ഫ്രോബ്. ആ ഷിപ്പിലുള്ള മറ്റു പോർട്ടുകളിൽ, മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇറക്കാനുള്ള കാർഗോയെക്കുറിച്ചുള്ള ഡിക്ലറേഷൻ കസ്റ്റംസിന്, ഇന്ത്യൻ കസ്റ്റംസിന് കൊടുക്കുന്ന ഡോക്യുമെൻറ്റേഷൻ പാർട്ടിനെയാണ് നമ്മൾ ഫ്രോബ് എന്ന് പറയുന്നത്, ഫ്രൈറ്റ് റിമൈനിങ് ഓൺ ബോർഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ ഡിക്ലറേഷൻ ഫ്രോബ് നൽകുന്നത്? കസ്റ്റംസിൻ്റെ വെബ് പോർട്ടലായ ഐസ് ഗേറ്റ് എന്ന ഇന്ത്യൻ കസ്റ്റംസിൻ്റെ വെബ് പോർട്ടലാണ് നമ്മൾ ഈ ഡിക്ലറേഷനൊക്കെ നൽകുന്നത്. എങ്ങനെയായിരിക്കും അത്? ഇപ്പോൾ പുതിയ അമെൻമെൻ്റ് അനുസരിച്ച് SCMTR, സീ കാർഗോ മാനിഫെസ്റ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് റെഗുലേഷൻ എന്ന ഐസ് ഗേറ്റിലുള്ള ഒരു കോളമാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ കാർഗോ ഡിക്ലറേഷനെ കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്നത്. SAM, SDM എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സീ കാർഗോ അറൈവൽ മാനിഫെസ്റ്റ്, സീ കാർഗോ ഡിപ്പാർച്ചർ മാനിഫെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐക്കണുകളിലാണ് നമ്മൾ ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ എന്ന് നമ്മളിപ്പോൾ പ്രതിപാദിച്ചു. എന്താണ് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ എന്ന് ഉദ്ദേശിക്കുന്നത്? ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകൾ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോവുമായിട്ടാണ് വരുന്നത് എന്ന്. അതായത് ട്രാൻസ്ഷിപ്മെൻറ്റ്, മാറ്റി കയറുക, മാറ്റി ട്രാൻസ്ഫർ. അതുപോലെ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റി ഷിപ്പ് ചെയ്യുക. അതായത് ഇവിടെ ഉള്ള കാർഗോ മറ്റ് ചെറിയ കപ്പലുകളിൽ വരുന്ന കാർഗോ വലിയ മദർഷിപ്പിലേക്ക് കയറ്റുക, അതേപോലെ മദർഷിപ്പിൽ വരുന്ന കാർഗോ ചെറിയ ഷിപ്പിലേക്ക് കയറ്റി മറ്റുള്ള പോർട്ടുകളിലേക്ക് എത്തിക്കുക. ആ സംവിധാനത്തെയാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ ഹാൻഡിൽ ചെയ്യാൻ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഷിപ്പിംഗ് കമ്പനികൾ പലതും ഫീഡർ സർവീസുകൾ ഉപയോഗിക്കാറുണ്ട്. പണ്ട് കൊളംബോ എന്ന പോർട്ടിലേക്കായിരുന്നു നമ്മളുടെ ഇന്ത്യയിലെ മിക്ക പോർട്ടുകളിൽ നിന്നും ഫീഡർ സർവീസ് ഉണ്ടായിരുന്നു. അവിടെ മദർഷിപ്പുകൾ വന്നിട്ട് കാർഗോ കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ഇപ്പോൾ അതിന് പകരമായ ഒരു സംവിധാനം ഇപ്പോൾ വിഴിഞ്ഞത്ത് ഓൾറെഡി സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വരുന്നു. ആ വിഴിഞ്ഞത്തേക്ക് വരുന്ന വലിയ കപ്പലുകളിലേക്ക് കാർഗോ കയറ്റാൻ ചെറിയ പോർട്ടുകളിൽ നിന്ന് ഫീഡർ വെസൽസിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ അവിടെ എത്തിക്കുന്നു. അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കാർഗോ കയറ്റിക്കൊണ്ടു പോകുന്നു. അപ്പോൾ വിഴിഞ്ഞം എന്ന പോർട്ടിൻ്റെ പ്രാധാന്യവും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്.